ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോ സീരീസിൽ പറയുന്ന വേക്കൻസീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റുകളിലൂടെ അറിയിക്കുക. അത് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ വേക്കൻസീസ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രചോദനമാകും. നമുക്ക് നേരെ നമ്മളുടെ ഇന്നത്തെ വേക്കൻസീസിലേക്ക് പോകാം. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 5ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പല ന്യൂസ് ചാനലുകളിലും UAE ഏകദേശം 1000-ൽ പരം ടീച്ചേഴ്സിന്റെ ജോബ് വേക്കൻസീസ് ഉണ്ട് എന്നും പറഞ്ഞ് പല ന്യൂസുകളും കണ്ടിരുന്നു. അപ്പം അതിൽ കൂടുതൽ ജോബ് വേക്കൻസീസ് ഇപ്പോൾ UAE അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലൂടെ ഓരോ ദിവസവും UAE കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് വേക്കൻസീസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വേക്കൻസീസും ഞാൻ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്യാറ്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം വേണം വേക്കൻസീസിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും പൈസ തന്നാൽ ജോബ് തരാമെന്ന് പറയുന്ന ഏജൻസിയോ മറ്റേതെങ്കിലും ജോബ് വേക്കൻസിയോ കണ്ടാൽ അതിന് അപ്ലൈ ചെയ്യാതിരിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം അങ്ങനെയുള്ളവർ നിങ്ങളെ സ്കാം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ സ്വന്തമായി ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം ഈ ഇതിൽ കാണിക്കുന്ന ജോബ് വേക്കൻസീസിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. ഈ ആഴ്ചത്തെ ആദ്യത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. ജെംസ് ഫൗണ്ടർ സ്കൂളിലേക്ക്, അബുദാബിയിലുള്ള ജെംസ് ഫൗണ്ടർ സ്കൂളിലേക്കുള്ള ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത് 24 ജനുവരി ആണ് ഇന്റർവ്യൂ നടക്കുന്നത്. 2:30-നും 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ കറന്റ്ലി UAE ടീച്ചിങ് ജോബ് അന്വേഷിക്കുന്ന UAE പ്രസന്റ് ആയിട്ടുള്ളവരും കറന്റ്ലി ടീച്ചിങ് ജോബ് അന്വേഷിക്കുന്നവർക്കും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ജെംസ് ഫൗണ്ടർ സ്കൂൾ masdarcity.com എന്ന വെബ്സൈറ്റിലൂടെ അന്വേഷിച്ചറിയാവുന്നതാണ്. അത് അറിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. 2025-26 അക്കാഡമിക് ഇയറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വേക്കൻസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 2ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. അപ്പം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്കൂളിൽ വളരെ കൂടുതൽ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ careers.talent.ae അല്ലെങ്കിൽ test.com എന്ന വെബ്സൈറ്റിലൂടെ ഈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എപ്പോഴും കൃത്യമായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ജോബിന് അപ്ലൈ ചെയ്യാനാണ്. ഇതിന്റെ റിക്വയർമെന്റ്സും എലിജിബിലിറ്റിയും എല്ലാം test.com അല്ലെങ്കിൽ careers.talent.ae എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പം അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 3ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജംസിന്റെ വേൾഡ് അക്കാഡമി ദുബായിലാണ്. അപ്പൊ ഇവിടെ ഇൻക്ലൂഷൻ ടീമിലേക്കാണ് വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റ് പാത്വേ ടീച്ചേഴ്സ്, ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ്, ഇൻക്ലൂഷൻ ടീച്ചർ എന്നീ വേക്കൻസീസ് ആണുള്ളത്. കഴിഞ്ഞ ദിവസം കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ് വേക്കൻസീസ് എല്ലാം ഉണ്ടോ എന്ന്. അപ്പം ലേണിംഗ് സപ്പോർട്ട് വേക്കൻസീസ് ഈ 3ാമത്തെ ജോബ് വേക്കൻസിയിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന
ഇമെയിലിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ CV ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും CV മാത്രം ഷെയർ ചെയ്യാതിരിക്കുക. ക്ലിയർലി ഒരു കവർ ലെറ്റർ തയ്യാറാക്കുക. കവർ ലെറ്റർ തയ്യാറാക്കി അത് കൃത്യമായിട്ട് ഇമെയിൽ ഒരു ബോഡിയൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ CV നല്ല രീതിയിൽ തയ്യാറാക്കി വേണം ഈ ജോബ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാവുകയുള്ളൂ. ഇനി 4ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. 4ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് സ്കൂളിലാണ്. അപ്പം ഇത് ലെയിംസിന്റെ കീഴിലുള്ള ഒരു സ്കൂളാണ്. ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ ഇതൊരു ഇമീഡിയറ്റ് ഓപ്പണിംഗ് പൊസിഷൻ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിനു വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ 2 വർഷത്തെ UAE സ്കൂൾ ലെവൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പം UAE സ്കൂൾ ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഇപ്പം വിസിറ്റിങ്ങിനോ ജോബ് സ്വിച്ച് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് KHDയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവണം, റിപ്പോർട്ട് ഉണ്ടാവണം. അതുകൂടാതെ മിനിസ്ട്രി ഓഫ് ലേബറിന്റെ അപ്രൂവ് ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ജോബിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ CV ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ CV സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എന്താണോ അത് ഈ ഇമെയിലിലേക്ക് തന്നെ അയച്ചു കൊടുത്ത് നിങ്ങൾ ജോബിന് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് എലമെന്ററി ഹോം റൂം ടീച്ചറിനാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വെർജീനിയ സ്കൂളിലാണ്. അപ്പം ഇത് ഫെബ്രുവരി 2025 വേക്കൻസിയാണ്. അതായത് ഇപ്പോൾ ജനുവരിയാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക. ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന HR-ന്റെ പ്രൊഫൈൽ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കയറി ഈ ജോബ് വേക്കൻസി ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിച്ച് നോക്കിയതിനു ശേഷം ഈ ഇമെയിലിലേക്ക് നിങ്ങളുടെ CV കവർ ലെറ്റർ ഒക്കെ വെച്ച് തയ്യാറാക്കി നല്ലൊരു ATS ഫ്രണ്ട്ലി CV അയക്കാൻ ശ്രമിക്കുക. ഇനിയും 6ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു അസിസ്റ്റന്റ് ടീച്ചറാണ്. പലരും കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് ടീച്ചർ വേക്കൻസീസ് വല്ലതും ഉണ്ടോന്ന്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അസിസ്റ്റന്റ് ടീച്ചർ വേക്കൻസീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ബ്രിട്ടീഷ് ഓർച്ചാർഡ് നഴ്സറി അവിടെ അസിസ്റ്റന്റ് ടീച്ചേഴ്സിന്റെ വേക്കൻസീസ് ഉണ്ട്. ഇത് ഒരു സ്ഥലത്തേക്കുള്ളതല്ല, UAEയിലുള്ള മൊത്തം സ്കൂളുകളിലേക്കുള്ള ഒരു കളക്റ്റീവ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പം ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങളുടെ CV നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ കാഷ്വൽ ലെവൽ 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പം അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ക്ലിയർലി നിങ്ങളുടെ കവർ ലെറ്ററും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV ഈ റിക്രൂട്ട്മെന്റിന് ഈ ഇമെയിലിലേക്ക് അയക്കാൻ ശ്രമിക്കുക. ഇനിയും 7ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഗ്രാമർ സ്കൂളാണ്. ഗ്രാമർ സ്കൂളിലേക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് പ്രൈമറി സയൻസ് ടീച്ചർ, പ്രൈമറി സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിന്റെ വേക്കൻസീസ് ആണുള്ളത്. അപ്പൊ ഇവിടെ മാൻഡേറ്ററി റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ഈ റിക്വയർമെന്റുകൾ കൃത്യമായി നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ഈ ഇമെയിലിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ക്ലിയർലി ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV, കവർ ലെറ്റർ ഒക്കെ തയ്യാറാക്കി ഇമെയിലിൽ ഒരു ബോഡിയൊക്കെ തയ്യാറാക്കി വളരെ ക്ലിയർലി തെറ്റുകളൊന്നും കൂടാതെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ വിസിറ്റിംഗ് വിസ ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം കൺട്രിയിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് 8ാമത്തെ ജോബ് വേക്കൻസിയാണ്. 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ക്രെഡൻസ് ഹൈസ്കൂൾ ദുബായിലേക്കാണ്. ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഇൻക്ലൂഷനും ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചറുമാണ്. ഇതിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷനും മിനിമം ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് UAEയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ 4 കൂടുതൽ വർഷമോ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് റെമ്യൂണറേഷൻ ആണ് ഈ സ്കൂള് ഓഫർ ചെയ്യുന്നത്. അപ്പം ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഒന്നുകിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
ഇനിയും 9ാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് വെസ്റ്റ് ഗ്രീൻ ഇന്റർനാഷണൽ സ്കൂൾ, അതായത് ജെംസ് എഡ്യൂക്കേഷന്റെ വെസ്റ്റ് ഗ്രീൻ ഇന്റർനാഷണൽ സ്കൂളിലാണ്. അപ്പം ഈ ജോബ് വേക്കൻസിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് 2025-2026 അക്കാഡമിക് ഇയറിലേക്കുള്ള വേക്കൻസീസ് ആണ്. അപ്പം വളരെ കൂടുതൽ വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ വേക്കൻസീസിനൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ തവണ ഒരു ടീച്ചിങ് ജോബ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ വർഷമുള്ള വേക്കൻസീസ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന് ഇപ്പൊ അനേകം പോസ്റ്റുകളുണ്ട്. ഹ്യൂമാനിറ്റീസ് ടീച്ചർ, സെക്കൻഡറി സയൻസ് ടീച്ചർ, പിന്നെ ഇംഗ്ലീഷ് ടീച്ചർ സെക്കൻഡറി, ഹോം റൂം ടീച്ചർ, അങ്ങനെ ഒത്തിരി വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV ഇമെയിൽ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. BA ഓണേഴ്സ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ഓർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് PGCE ഇൻ ദ റെലവൻറ്റ് സബ്ജക്ട് ഓൺലി. ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസിനെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഒരു PGCയും അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും B.Edുമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജോബ് വേക്കൻസീസിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഷാർജ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. ഇപ്പൊ ഇവിടെ കറന്റ്ലി മാത്സ്, ഫിസിക്സ്, ബിസിനസ്, എലിമെന്ററി ആൻഡ് KG ടീച്ചേഴ്സിന്റെ വേക്കൻസീസ് ആണുള്ളത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ CV ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്യുക. ഇമെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്തതിനു ശേഷം അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, പിന്നെ ഈക്വലൻസി ലെറ്റർ, ടീച്ചിങ് ലൈസൻസ് ഉണ്ടായെങ്കിൽ അത്, IELTS സർട്ടിഫിക്കറ്റ്, നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് നിർബന്ധമായിട്ടും IELTS ഉണ്ടായിരിക്കണം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആണോ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV, കവർ ലെറ്ററും പ്രോപ്പർ ITF ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും തയ്യാറാക്കി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ഡേ ആണ്. അതായത് ഇതൊരു ഓപ്പൺ റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇപ്പോൾ UAE വിസിറ്റിംഗ് വിസയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ എംപ്ലോയ്മെന്റ് വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു അവസരമാണ്. ഇത് നോയ ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെ ലീഡർഷിപ്പ് റോളിലേക്കും സെക്കൻഡറി ടീച്ചേഴ്സ്, പ്രൈമറി ടീച്ചേഴ്സിനെല്ലാം വേക്കൻസീസ് ഉണ്ട്. അപ്പം ഈ വരുന്ന ജനുവരി 24 തീയതി 2 മണി തൊട്ട് 5 മണി വരെ അബുദാബി യാസ് ഐലൻഡിലുള്ള നയ ബ്രിട്ടീഷ് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്ത് ഈ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഡേറ്റിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിൽ പോയി നിങ്ങളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്കൂൾ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ല എങ്കിൽ ഈ സ്കൂളിന്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനിയും 12ാമത്തെ വേക്കൻസി അൽസലാം പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. ഇവിടെ ഇപ്പൊ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സിനാണ്. ഈ ടീച്ചേഴ്സിന് വേണ്ട മിനിമം റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് 2 വർഷം വേണം, ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അറ്റ്ലീസ്റ്റ് 7.5 ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV careers@salameducation.ae എന്ന വെബ്സൈറ്റിലേക്ക്, എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക. ഇനിയും 13ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസ് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. ജെംസിലേക്ക് തന്നെ ഈ വർഷം അനേകം വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല ജെംസിന്റെ പല സ്കൂളുകളിലേക്കുമുള്ള വേക്കൻസീസ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു IB സ്കൂളാണ്. IB സ്കൂൾ ലെവൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ജോബ് വേക്കൻസി വളരെ സ്യൂട്ടബിൾ ആണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസിന് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നിങ്ങളുടെ CV നിങ്ങളുടെ ജോബ് ടൈറ്റിൽ സബ്ജക്ട് ലൈൻ ആയിട്ട് വെച്ചിട്ട് ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഒരു പ്രോപ്പർ ഇമെയിൽ അയക്കുക. ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ATS ഫ്രണ്ട്ലി CV വെക്കുക. മെയിലിന് കറക്റ്റ് ആയിട്ടൊരു ബോഡി തയ്യാറാക്കുക. സബ്ജക്ട് ലൈൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തയ്യാറാക്കുക. പിന്നെ
നിങ്ങളുടെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള CV ആയതുകൊണ്ട് ഈ CV കൃത്യമായിട്ട് ഈ ഇമെയിൽ ID തന്നെ അയക്കുക. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വേക്കൻസി, ഇതൊരു വേക്കൻസി അല്ല, ഇതൊരു റിമൈൻഡർ ആണ്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. UAE താലിം സ്കൂൾസിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ മാസം 25-ാം തീയതിയാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇന്റർവ്യൂ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ പറഞ്ഞ പൊസിഷൻസിൽ വേക്കൻസീസ് അവൈലബിൾ ആണ്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ QR കോഡ് സ്കാൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക. ഇപ്പം UAE കറന്റ് ഉള്ള റെസിഡൻസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ജോബ് സ്വിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ഇത് ഒരു ഓപ്പൺ റിക്രൂട്ട്മെന്റ് അല്ല, ക്ലോസ്ഡ് റിക്രൂട്ട്മെന്റ് ആണ്. തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.